താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാഞ്ഞൂർ പഞ്ചായത്തിലെ തുറവുംകരയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ജനകീയ ആരോഗ്യ കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 33 ലക്ഷം രൂപ വകയിരുത്തിയാണ് കെട്ടിടം 2 നിലകളിൽ നിർമ്മിച്ചത്. അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞൂർ പഞ്ചായത്തിലെ തുറവുംകരയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ജനകീയ ആരോഗ്യ കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. 1.5 വർഷം മുൻപ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെങ്കിലും കരാറുകാരന്റെ മരണം മൂലം മാസങ്ങളോളം മുടങ്ങിക്കിടക്കുകയും തുടർന്ന് പുതിയ കരാറുകാരനെ ഏൽപ്പിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഇബ്രാഹിംകുട്ടി 40 വർഷങ്ങൾക്ക് മുൻപ് ഹെൽത്ത് സെന്റർ നിർമ്മിക്കുവാനായി വിട്ടുകൊടുത്ത സ്ഥലം പിന്നീട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ദയാനന്ദന്റെ നേതൃത്വത്തിൽ ആധാരം ചെയ്ത് തറക്കല്ലിടുകയായിരുന്നു. MLA ഫണ്ടിൽ നിന്നും 33 ലക്ഷം രൂപ വകയിരുത്തി 2 നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചത്. അൻവർ സാദത്ത് MLA കെട്ടിടം നാടിന് സമർപ്പിച്ചു. ഒരു പൊതുപ്രവർത്തന ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയമേതായിക്കോട്ടെ, അവർക്ക് സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് സംതൃപ്തി. ഇവിടെ വന്നപ്പോൾ എല്ലാവരും മുഖം ഞാൻ ശ്രദ്ധിച്ചു. എല്ലാവരും എല്ലാം ഹാപ്പിയായി, നാട്ടുകാർ പ്രത്യേകിച്ചു വളരെ സ്നേഹത്തോടുകൂടി എന്നെ വരവേറ്റത്, എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നത്. കാരണം എന്താ, ആ നിങ്ങളുടെ മുഖത്തെ സന്തോഷവും സംതൃപ്തിയാണ് ഈ ഇരിക്കുന്ന ഞങ്ങളുടെ ജനപ്രതിനിധികളുടെ സംതൃപ്തിയും സന്തോഷവും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ, ഒരു ജനപ്രതിനിധിയാണ്. അപ്പൊ അത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചോളം എല്ലാം വളരെ വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്. ഏതായാലും ഈ സബ് സെന്റർ യഥാസമയത്ത് അതിന്റെ എന്താണ് ലക്ഷ്യത്തിൽ സത്യം ഇവിടെ ആരും അധികം വരലേ നമ്മൾ ആഗ്രഹിക്കുന്നു. കാരണം നമുക്ക് ആർക്കും അസുഖം വരലേ നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ അസുഖം വന്നാൽ നമുക്ക് ഡോക്ടറെ കാണണം, പരിചരിക്കണം, അത് ആവശ്യമാണ്. പക്ഷെ അത് നമ്മുടെ വീട്ടുമുറ്റത്താവുമ്പോൾ എന്താണ് ഓട്ടോറിക്ഷ കാശ് ലാഭം, അങ്ങനെ പലതും നമുക്ക് ലാഭം ഉണ്ടാവും. എന്തായാലും ഇവിടെ ചാർജർ ഡോക്ടറായാലും മറ്റു നഴ്സുമാരോട് എനിക്ക് പറയാറുണ്ട്, വരുന്ന ആളുകളോട് നല്ലൊരു ആറ്റിറ്റ്യൂഡ്, നല്ല സമീപനമായിരിക്കും. അവർ രോഗിയായിട്ട് വന്നതെന്നുള്ള മനോഭാവം നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആ ദിവസം ഇതിന് പ്രശ്നമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പ്രയാസം അപ്പോഴും തീർക്കരുത്. അപ്പൊ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്, അതൊക്കെ വളരെ കരുതലോടുകൂടി ഒരു രോഗിയെ സംബന്ധിച്ചാൽ അവന് വരുന്ന പരിചരണമാണ് അവന് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ രഘു അധ്യക്ഷത വഹിച്ചു. ആഗ്രഹമായിരുന്നു PK സാറിന്റെ സംഭാവന ഈ സ്ഥലം തന്നിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സബ് സെന്റർ ഇവിടെ നേടാൻ കഴിഞ്ഞതും. അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാ മെമ്പർമാർക്കും MLAക്കും എല്ലാവർക്കും ഞാൻ കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും എന്റെ പേരിലും ഞാനിവിടെ നന്ദി പറയുകയാണ്. ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, ആരോഗ്യ കേന്ദ്രം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൂട്ടായ പരിശ്രമം കൊണ്ടാണ് നമുക്ക് ഇന്നത്തെ ഈ കെട്ടിടം വളരെ മനോഹരമായിട്ട് പടുത്തുയർത്താനായിട്ട് കഴിഞ്ഞത്. എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തീർച്ചയായും ഈ 5 വർഷം ആരോഗ്യ രംഗത്ത് കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നല്ല രീതിയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വന്നത്. തീർച്ചയായിട്ടും നമുക്കത് നമ്മുടെ 3 ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും മനസ്സിലാകും. നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റൽ ആയാലും അതുപോലെ തന്നെ ഹോമിയോ ആയാലും നമ്മുടെ അലോപ്പതി ആയാലും ഓരോ ദിവസം ചെല്ലും തോറും ഹോസ്പിറ്റലിന്റെ ഭൗതിക സൗകര്യമായാലും ഡോക്ടർമാരുടെ സേവനമായാലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഒരു സാമ്പത്തിക വർഷത്തിൽ 45 ലക്ഷം രൂപയോളമാണ് നമ്മൾ ഈ 3 ഹോസ്പിറ്റലുകൾക്ക് മരുന്നിനും ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുമായിട്ട് നമ്മൾ ഭരണസമിതി പദ്ധതി വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ സ്ഥാപനത്തിന്റെ സാക്ഷാത്കാരം പൂർത്തീകരിക്കപ്പെടുന്നത് ഇവിടെ ഒരു ഡോക്ടറുടെ സേവനം ലഭ്യമാകുമ്പോൾ തന്നെയാണ്. മറ്റൊരു CHCയിലെ HMC അംഗം എന്ന നിലയിൽ പലപ്പോഴും ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മറ്റൊരു ഗവൺമെന്റ് ആശുപത്രിയിലെ കാലടിയിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളാണ് ലഭ്യമാക്കുന്നത്. തുറവങ്കരയിൽ നിന്നും സാധാരണക്കാരായ മനുഷ്യരെ വണ്ടി വിളിച്ച് അവിടെ വരുമ്പോൾ മരുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ 15 ദിവസത്തേക്കൊക്കെ മരുന്ന് കൊടുത്തുവിടാറുണ്ട്. നമ്മൾ കൃത്യമായിട്ട് കാണേണ്ട കാര്യമാണ്. ഇവിടെ വാഹനത്തിന്റെ ഒരു ഗ്രാമവണ്ടിയുടെ അല്ലെങ്കിൽ ബസിന്റെ ഒക്കെ അപര്യാപ്തത നിലനിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത്.
ഇവിടെ നിന്നും മാതാപിതാക്കളുടെ ഒറ്റയ്ക്കാകുന്ന അല്ലെങ്കിൽ മക്കൾ വണ്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കളുണ്ട്. ജീവിതശൈലി രോഗവുമായിട്ട് ബുദ്ധിമുട്ടുന്ന ഇവരെ ഓട്ടോറിക്ഷ പിടിച്ച് മറ്റൊരു ആശുപത്രിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. ഈ ഒരു കെട്ടിടം ഇവിടെ വരുമ്പോൾ ഇതിന്റെ സാക്ഷാത്കാരം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, അത് പൂർത്തീകരിക്കപ്പെടുന്നത് ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും ആഴ്ചയിൽ ഒരു ഡോക്ടറുടെ സേവനം ഇവിടെ ലഭ്യമാകുമ്പോൾ മാത്രമാണ്. എച്ചയോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ സബ് സെന്ററുകളൊക്കെ പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ല, ഡോക്ടറുടെ സേവനം ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. ഈ പറഞ്ഞ ചുവപ്പ് നാട അഴിക്കുക എന്ന് പറയുന്നതും അല്ലെങ്കിൽ അതിന് മാറ്റം വരുത്തുക എന്ന് പറയുന്നതും ജനപ്രതിനിധികളുടെ ആവശ്യം തന്നെയാണ്. ജനപ്രതിനിധികൾ പഞ്ചായത്ത് കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഈ പ്രദേശത്തിന്റെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ ഒരു എക്സെപ്ഷൻ തന്നെ വാങ്ങിക്കൊണ്ട് ഈ സെന്റർ നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഡോക്ടറുടെ സേവനം അനിവാര്യമാണ്. അതിലേക്കുള്ള ചുവടുവെപ്പാണ് ഇന്ന് മുതൽ ആരംഭിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അതുപോലെ ഇവിടെ നമ്മൾ വാല്യുവേഷൻ എടുക്കാൻ വിട്ടു. ഫിറ്റ്നസ് അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് ഇതിന് കിട്ടണമായിരുന്നു. അതായത് കെട്ടിടം പൊളിച്ചു നീക്കണമെങ്കിൽ അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ നമ്മുടെ പഞ്ചായത്തിലെ വന്നപ്പോൾ അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല, കെട്ടിടത്തിന് കാലപ്പഴക്കം സംഭവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുത്ത് കോതമംഗലം MA കോളേജിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയാണ് അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചത്. അതിന് പഞ്ചായത്തിന്റെ ഓൺ ഫണ്ടിൽ നിന്ന് 28,000 രൂപ നമ്മൾ ചെലവഴിക്കുകയും കൂടി ഉണ്ടായി. അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീമതി ഗ്രേസിന്റെയും അതുപോലെ തന്നെ വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീ VS വർഗീസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അത് ശ്രീ സമദിന്റെ കൂടി സഹകരണത്തോടു കൂടി വളരെ ഭംഗിയായി അത് പൂർത്തീകരിക്കുകയും അത് പഞ്ചായത്തിലേക്ക് ആ ഭൂമി വിട്ടു നൽകുകയും ഔദ്യോഗികമായി വിട്ടുകിട്ടിയ ഭൂമിയിലാണ് നമുക്ക് വളരെ പ്രയോജനകരമായ രീതിയിലുള്ള ഒരു കെട്ടിടം അൻവർ MLA ഇതിന്റെ പരിപൂർണമായ തുകയും ചെലവാക്കിക്കൊണ്ട് 33 ലക്ഷം രൂപ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നമുക്ക് നൽകിയത് ഇവിടെ പൂർത്തീകരിക്കുന്നത്. സ്കൂളിലുള്ള ആൾക്കാർക്കും കൈത്തുള്ള ആൾക്കാർക്കും എല്ലാം ഈ സബ് സെന്ററിൽ വന്ന് ആഴ്ചപ്പെട്ട മരുന്ന് വാങ്ങിയ ഡോക്ടർമാരെയും നേഴ്സുമാരുടെ പരിചരണവും എല്ലാം ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അത് നിന്നുപോയി. വളരെ തുച്ഛം ആളുകൾക്ക് മാത്രമേ അന്ന് ഇതിനകത്ത് ആ കെട്ടിടത്തിൽ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഒരു 20 വർഷം മുൻപൊക്കെ വരുമ്പോൾ ഒരു ചെറിയ വീടിൽ ചെറിയ മുറികളിലായിട്ട് ഉള്ള ഒരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു ബിൽഡിംഗ് ആയിരുന്നു അത്. പൊളിച്ചു പണിയ എന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒത്തിരിയേറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം മുൻപിൽ സമതിന്റെ കുടുംബമൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഇടപെട്ടു.